ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നേരത്തെ പോലെ പുതിയൊരു ബോട്ടിലായിട്ട് വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴത്തെ പോലെ വലിയ ബോട്ടിലൊന്നുമല്ല, ഒരു ചെറിയൊരു ഗ്ലാസ് ജാറാണ്. നമ്മുടെ നവ്യ ബേക്കേഴ്സിൻ്റെ ഇതിൽ നിന്ന് കിട്ടിയ ഒരു അച്ചാറോ അങ്ങനെ എന്തോ വാങ്ങിയ ഒരു ഗ്ലാസ് ജാറാണ്. അത് കാലിയായിട്ടുള്ള ഗ്ലാസ് ജാറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിലായിട്ട് വീഡിയോ നമ്മുടെ ഗ്ലാസ് ജാറാണ്. വളരെ സിമ്പിളാണ്, എലഗൻ്റ് ആണ്, അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ആ ഒരു മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ മറക്കാതെ പറയാം. അപ്പോൾ ഇന്നത്തെ ഞാൻ ആക്ച്വലി നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ തന്നെ നമ്മുടെ ആ ഒരു ബേസ് ടെക്സ്ചർ ഉണ്ടല്ലോ, അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാനില്ല, അറിയാലോ, എപ്പോഴും കാണിക്കണ്ടല്ലോ എന്ന് കരുതും. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡാഫോഡിൽസ്, എ ഗാർഡൻ ഫോർ എവറിത്തിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ബേസ് ടെക്സ്ചർ അതായത് നമ്മുടെ ആ സ്പോഞ്ച് വെച്ചിട്ട് ലാബ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ ഓൾറെഡി ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ചെയ്യുന്ന ഡിസൈന് വേണ്ടിയിട്ടുള്ള കളർ ഞാൻ ഓറഞ്ചും യെല്ലോയും ഷെയ്ഡ് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള എൻ്റെ പാത്രത്തിൻ്റെ അടപ്പ് ആകെ പെയിൻ്റ് ഒക്കെ പിടിച്ച് ഉണങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കരുതി. അത് ആക്ച്വലി ഇങ്ങനെ പീൽ ചെയ്ത് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രസമാകുമോ, നമ്മളിപ്പോൾ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ബോട്ടിൽ കാലി അതിലെങ്കിലും ഉണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മൾ ടെക്സ്ചറൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി ഓറഞ്ചും യെല്ലോവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ യെല്ലോ കളർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ മനസ്സിലൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ഷെയ്ഡ് എനിക്ക് മിക്സ് ചെയ്തിട്ട് കിട്ടിയില്ല. എന്നാൽ അതിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു ലെവലിലേക്ക് എത്തി. ആ ഷെയ്ഡിന് ഏത് പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോവുമെങ്കിൽ കറക്റ്റ് ആ ഷെയ്ഡ് കിട്ടുമെന്നാണെങ്കിൽ ഞാൻ വാങ്ങിക്കും. തൽക്കാലം ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഇത് സക്സസ് ആവുമോ, ആ ഒരു ഷെയ്ഡ് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ഓറഞ്ചും യെല്ലോവും കൂടി മിക്സ് ചെയ്ത്, അപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ഷെയ്ഡാണെന്ന് അറിയാനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കാലിക്കുപ്പിയിലൊന്ന് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം അടുത്ത് വന്നായിരുന്നു. ഇത് കുറച്ചുകൂടി ഡാർക്ക് അല്ലെങ്കിൽ ഒരു ഇരുണ്ടിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ് അല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡ് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പായിരുന്നു. എന്നാലും വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ കരുതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്തിട്ട് ചെയ്യാം. കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് കിട്ടുന്ന കളറുകൾ, പിങ്ക് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു പിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യാനുണ്ട് നമ്മുടെ ലീഫ് ഒന്നല്ല, ഇതിൽ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈൻ വെച്ച് നമ്മുടെ ഈ നമ്മൾ കണ്ണൊക്കെ വരയ്ക്കുമല്ലോ, പടം വരയ്ക്കുമ്പോൾ കണ്ണ് വരയ്ക്കുന്ന കണ്ടില്ലേ, ആ ഒരു ഷേപ്പിൽ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കളർ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്, ഇത്ര ഉള്ളു പരിപാടി, കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് മാറ്റി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വരയ്ക്കുക. ലീഫ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഞാനിതിപ്പോൾ നമ്മൾ പെട്ടെന്ന് എളുപ്പം എല്ലാവർക്കും വരച്ച് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് വീട്ടിൽ നമ്മുടെ ഒക്ടോബറിൽ കൊന്തമാസം മാതാവിൻ്റെ, അപ്പോൾ ആ സമയത്ത് വീട്ടിൽ മാതാവിനെ കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. ആ സമയത്ത് ഞാൻ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവിനെ വെക്കുന്ന ആ ഒരു ടേബിളൊക്കെ അലങ്കരിച്ച് പൂവൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ ചെയ്ത ഈ ബോട്ടിൽ പെയിൻ്റ് ഒക്കെ ചെയ്ത് ഇത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ചു. അത് നല്ലൊരു ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. പക്ഷെ ഇതിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ മെഴുകുതിരി കത്തിച്ച് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ കഥ വിട്ടുപോയി. അല്ലെങ്കിൽ അന്നേ അത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് കത്തിച്ച് വെച്ച സമയത്ത്. പക്ഷെ മാതാവിനെ കൊണ്ടുപോകണ തിരക്കും അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്ന തിരക്കും അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനത് വിട്ടുപോയി. പക്ഷെ ഇത് മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിയുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എടുക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു കളർ സെലക്ട് ചെയ്യുക, അത് വരയ്ക്കുക, ഫുൾ അങ്ങോട്ട് ഫില്ല് ചെയ്തെടുക്കുക. അതാ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡിസൈൻ വരച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അടപ്പിൻ്റെ മേലെ ഒരു ബ്ലാക്കും ആ ഒരു സെയിം ഷെയ്ഡും വെച്ചിട്ട് തന്നെ ഒന്ന് ഇത് കൊടുക്കുന്നത്. ഇത് പിന്നെ ഷേപ്പ് കുറച്ച് കയറി ഇറങ്ങിയിട്ട് നമുക്കറിയാലോ, ഇങ്ങനെ പിരിയുള്ളത് അടപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഷേപ്പ് കളറിൽ ചെറിയ ബ്ലാക്കിൽ വീതി കൂടുതലും മറ്റേതിൽ കുറവൊക്കെ ആയിട്ട് ഇങ്ങനെ തോന്നണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, ടാറ്റാ.